ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശശിന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് 1 കുട്ടികളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആൻഡ് ഗാന്ധി ഗെയിം എന്ന ആ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്ലസ് 1 വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ആൻഡ് ദെൻ ഗാന്ധി ഗെയിം എന്ന ആ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മുന്നത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. പാർട്ട് 1 നമ്മൾ മുന്നേ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് രണ്ടാം പാർട്ടിലേക്ക് പോവാം. അപ്പം നമ്മൾ ഇതുവരെ എന്തൊക്കെയായിരുന്നു നോക്കിയത്? ഗാന്ധിജി വരുന്നതിന് മുൻപുള്ള ഇന്ത്യയുടെ അവസ്ഥയും അതിന് ശേഷമുള്ള ഇന്ത്യയുടെ അവസ്ഥയും അല്ലേ? ഗാന്ധിജി വരുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? അവിടുത്തെ ആളുകൾ പ്രതികരിക്കാതെ ബ്രിട്ടീഷേഴ്സിൻ്റെ ആ ഒരു റൂൾസ്, അവരുടെ ആ ഒരു ഭരണത്തിൽ അടിച്ചമർത്തപ്പെട്ടിട്ട് അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷം അവർക്കിടയിലേക്ക് ഗാന്ധിജി വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പേജ് നമ്പർ 41 സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫാണ് നോക്കുന്നത്. So suddenly, as it were, that black pall of fear was lifted from the people's shoulders, not wholly of course, but to an amazing degree. So suddenly, എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്കിടയിൽ നിന്ന്, അവരുടെ ഷോൾഡറിൽ നിന്ന് ബ്ലാക്ക് പോൾ. എന്താ ബ്ലാക്ക് പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുണ്ട തുണിയെയാണ് ഇവിടെ ബ്ലാക്ക് പോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആളുകളുടെ മനസ്സിൽ നിന്നുള്ള ആ ഒരു പേടിയും അതുപോലെ തന്നെ ആ ഒരു ഇരുണ്ട മറയും നീക്കം ചെയ്യപ്പെട്ടു. നമുക്കറിയാമല്ലേ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുടെ മനസ്സിലുള്ള ഭയം അതുപോലെ തന്നെ അതൊന്നും പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ കഴിയില്ല. പക്ഷേ എന്നാൽ ബട്ട് ടു ആൻ അമേസിങ് ഡിഗ്രി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത തോതിൽ തന്നെ അത് നീക്കം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ഒരു ഭയം ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ആർക്കും അറിയാമായിരുന്നു, ഗാന്ധിജിക്കും അറിയാമായിരുന്നു. പക്ഷേ കുറഞ്ഞ തോതിൽ അത് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ അത് മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസവും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവരതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. അവർ ഒരു പകുതിയോളം സക്സസ് ആവുകയും ചെയ്തു. കുറേ ആളുകളിൽ നിന്ന് അവരുടെ ആ ഒരു ഭയത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. As fear is close companion to falsehood, so truth follows fearlessness. ഇവിടെ ഭയം എന്തുമായിട്ടാണ് ക്ലോസ് ആയി നിൽക്കുന്നത്? ഫാൾസ്ഹുഡുമായിട്ടാണ് അല്ലേ? ഭയം തിന്മയുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ ട്രൂത്ത് എന്തിനെയാണ് ഫോളോ ചെയ്യുന്നത്? ഫിയർലെസ്നെസ്സിനെ, അതായത് സത്യം ഭയമില്ലായ്മയാണ് കാണിക്കുന്നത്. സത്യമാണ് നമ്മുടെ മാർഗമെങ്കിൽ പിന്നീട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ആര് പറയുന്നുണ്ട്? ഗാന്ധിജി പറയുന്നുണ്ട്. The Indian people did not become much more truthful than they were, nor did they change their essential nature overnight. Nevertheless, a sea change was visible as the need for falsehood and furtive behavior lessened. എന്താ പറയുന്നത്? ഇന്ത്യൻ പീപ്പിൾസ് പൂർണ്ണമായിട്ടും ട്രൂത്ത്ഫുൾ ആയിട്ടില്ല. അതുപോലെ അവരുടെ ആ ഒരു എസെൻഷ്യൽ നേച്ചർ അത് പൂർണ്ണമായിട്ടും മാറിയിട്ടുമില്ല. എങ്കിലും അവർക്കിടയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്ത് ചേഞ്ചാണ് വന്നിട്ടുള്ളത്? താരതമ്യേന തിന്മയുടെ ആ ഒരു ആവശ്യകത ഇല്ലാതാക്കിയിട്ടുണ്ട്. അതായത് അവർക്ക് പൂർണ്ണമായിട്ടില്ലെങ്കിൽ കൂടിയും അവർ തിന്മയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു സക്സസ് ആണ്. It was a psychological change, almost as if some expert in psychoanalytical methods had probed deep into the patient's past, found out the origins of his complexes, exposed them to his view and thus rid him of that burden. ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്. ഒരു സൈക്കോളജിക്കൽ ചേഞ്ച് ആയിരുന്നത്. അതായത് ഒരു സൈക്കോ അനാലിറ്റിക്കൽ മെത്തേഡിലൂടെ അത്യാവശ്യം അതിൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ സഹായത്തോടെ വളരെ ഡീപ്പായിട്ട് പേഷ്യൻറ്റിൻ്റെ പാസ്റ്റിനെ കുറിച്ച് അറിഞ്ഞ് അയാളുടെ മനസ്സിലുള്ള കോംപ്ലക്സിൻ്റെ ആ ഒരു ഉറവിടം കണ്ടെത്തിയിട്ട് അത് ആ ഒരു പേഷ്യൻറ്റിന് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു ആ ഒരു മെത്തേഡിൻ്റെ ലക്ഷ്യം. ആ ഒരു പേഷ്യൻറ്റിനെ ആ ഒരു ബേർഡനിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പോലെയായിരുന്നു നമ്മുടെ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. There was the psychological reaction also, a feeling of shame at our long submission to a aligned rule that had degraded and humiliated us, and a desire to submit no longer whatever the consequences might be. എന്താ പറയുന്നത്? അതിലൊരു സൈക്കോളജിക്കൽ റിയാക്ഷൻ ഉണ്ടായിരുന്നു. എന്താണ്? എ ഫീലിംഗ് ഓഫ് ഷെയിം അറ്റ് അവർ ലോങ് സബ്മിഷൻ ടു ആൻ അലൈൻഡ് റൂൾ ദാറ്റ് ഹാഡ് ഡീഗ്രേഡഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ് അസ്. എന്താ ഡീഗ്രേഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരം താഴ്ത്തുക, അതുപോലെ തന്നെ ഹ്യൂമിലിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണം കെടുത്തുക.
അപ്പോൾ എന്താണ്, നമ്മളെ തരം താഴ്ത്തിയിട്ടുള്ള, നാണം കെടുത്തിയിട്ടുള്ള ഈ ഒരു അലൈൻ മീൻസ് വൈദേശിക. അപ്പോൾ ഈ ഒരു വൈദേശിക ഭരണ രീതിയിൽ നിന്ന് കുറേ കാലം നമ്മൾ പ്രതികരിക്കാതെ കീഴടങ്ങിയല്ലോ, ആ ഒരു കാര്യം ഓർത്തിട്ട് ഒരു ഷെയിം ഉണ്ടായിരുന്നു. ആൻഡ് ഡിസേർവ് ടു സബ്മിറ്റ് നോ ലോങ്ങർ വാട്ട് എവർ ദ കോൺസിക്വൻസസ് മൈറ്റ് ബി. ഇനി അങ്ങോട്ട് കീഴടങ്ങില്ല എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അനന്തരഫലങ്ങൾ എന്തുമായിക്കോട്ടെ അതൊന്നും തന്നെ കുഴപ്പമില്ല, അത് നേരിടാനുള്ള ധൈര്യമുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസവും അവരിൽ രൂപപ്പെട്ടു. അപ്പോൾ ഇത്രയും കാലം അവരുടെ ഭരണത്തിൽ അടിച്ചമർത്തപ്പെട്ടിട്ട് നിൽക്കുകയായിരുന്നു, പ്രതികരിക്കാതെ അതുപോലെ തന്നെ നിൽക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവർ പ്രതികരിക്കാൻ തുടങ്ങിയതോടെ ഇനി അങ്ങോട്ടുള്ള എന്ത് ഫലങ്ങളും ഉണ്ടായിക്കോട്ടെ അങ്ങനെ പ്രതികരിക്കാതെ നിൽക്കില്ല എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസവും അവരിലുണ്ടായിരുന്നു. We did not grow much more truthful perhaps than we had been previously, but Gandhi was always there as a symbol of uncompromising truth to pull up and shame us into truth. എന്താ പറയുന്നത്, നമ്മൾ മുന്നത്തേക്കാളും കൂടുതലായിട്ട് ട്രൂത്ത്ഫുള്ളായിട്ട് മാറിയിട്ടൊന്നുമില്ല. ബട്ട് ഗാന്ധി വാസ് ഓൾവേസ് ദ ആസ് എ സിമ്പിൾ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത്. പക്ഷേ ഗാന്ധി എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരുന്നു, സത്യസന്ധതയുടെ ട്രൂത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. അപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത സത്യസന്ധതയുടെ ട്രൂത്തിൻ്റെ സിമ്പിളായിട്ടാണ് ഗാന്ധിജിയെ കാണുന്നത്. ടു പുൾ us അപ്പ് ആൻഡ് ഷെയിം us ഇൻ ടു ട്രൂത്ത്. അദ്ദേഹം എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു, ടു പുൾ us അപ്പ് ആൻഡ് ഷെയിം us ഇൻ ടു ട്രൂത്ത്. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനും അതുപോലെ തന്നെ സത്യത്തെ ഫോളോ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളെ ഉപദേശിക്കാനൊക്കെ അദ്ദേഹം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. വാട്ട് ഈസ് ട്രൂത്ത്? ഐ ഡോണ്ട് നോ ഫോർ സർട്ടൈൻ. ഇത്രയും നേരം നമ്മൾ സത്യത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് വാട്ട് ഈസ് ട്രൂത്ത്? ആക്ച്വലി സത്യം എന്ന് പറയുന്നത് എന്താണ്? ഐ ഡോണ്ട് നോ ഫോർ സർട്ടൈൻ. എനിക്കറിയില്ല യഥാർത്ഥത്തിൽ സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ആൻഡ് പെർഹാപ്സ് അവർ ട്രൂത്ത്സ് ആർ റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് ബിയോണ്ട് അസ്. ഒരുപക്ഷെ നമ്മുടെ ട്രൂത്ത് എന്ന് പറയുന്നത് ആപേക്ഷികമായിരിക്കാം, അല്ലെങ്കിലോ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കരുതുന്നതിനും ഒരുപാട് അപ്പുറമായിരിക്കും. ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്. പല ആളുകൾക്കും സത്യത്തെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് തീർച്ചയായിട്ടും പല ആളുകൾക്കും സത്യത്തെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് രണ്ട് പോസിബിലിറ്റി അവിടെ പറയുന്നുണ്ട്. പല ആളുകൾക്കും സത്യത്തെക്കുറിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും എന്നും പറയുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്നും പറയുന്നുണ്ട്. ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. അതായത് ഓരോ വ്യക്തിയെയും വളരെ പവർഫുള്ളായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ്, ഇമ്പൾസസ്. ഇമ്പൾസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രചോദനം. സോ ഓൾസോ ഗാന്ധി, ബട്ട് ട്രൂത്ത് ഈസ് അറ്റ് ലീസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇമ്പൾസ്, ട്രെയിനിങ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ട്രൂത്തിനെ സൂചിപ്പിക്കുന്നതാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും. ബട്ട് ട്രൂത്ത് ഈസ് അറ്റ് ലീസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ. യഥാർത്ഥത്തിൽ സത്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. അതായത് അവന് സത്യമാണെന്ന് സ്വയം തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെ ട്രൂത്തായിട്ടുള്ള കാര്യങ്ങളാണ് അവനറിയാവുന്നത്, അതൊക്കെ തന്നെയാണ് അവനെ സംബന്ധിച്ചിടത്തോളമുള്ള ആ ഒരു സത്യം എന്ന് പറയുന്നത്. എന്താണ്? അവന് സത്യമാണ് എന്ന് സ്വയം തോന്നുന്നത്, സ്വയം ഫീൽ ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെ ട്രൂത്തായിട്ട് അവന് അറിയാവുന്നതുണ്ടോ അതൊക്കെ തന്നെയാണ് അവൻ്റെ സത്യം എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ ഐ ഡോണ്ട് നോ ഓഫ് എനി പേഴ്സൺ ഹു ഹോൾഡ്സ് ടു ദ ട്രൂത്ത് ആസ് ഗാന്ധി ഡസ്. അതായത് ഈ ഒരു ഡെഫിനിഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഗാന്ധിജിയെ പോലെ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എനിക്കറിയില്ല. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഇൻ എ പൊളിറ്റീഷ്യൻ. എന്താ പറയുന്നത്, ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കുമ്പോൾ ഒരാൾക്കും ട്രൂത്ത് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. കാരണം എന്താണ്? ഹി സ്പീക്സ് ഔട്ട് ഹിസ് മൈൻഡ് ആൻഡ് ഈവൻ ലെറ്റ്സ് ദ പബ്ലിക് സീ ഇറ്റ്സ് ചേഞ്ചിങ് ഫേസ്. നമ്മൾ ആദ്യം ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കുന്ന സമയത്ത് ജനങ്ങളോട് ഒരു കാര്യം പറയും, പക്ഷേ അതിന് വിപരീതമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് ഫേസ് ആയിരിക്കും അവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നില്ല. ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം അതാണ് ട്രൂത്ത്. അപ്പോൾ ഇവിടെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരിക്കലും ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കുമ്പോൾ ട്രൂത്ത് എന്നുള്ള ആ ഒരു ആശയത്തെ മുറുകെ പിടിക്കാനായിട്ട് സാധിക്കില്ല. താൻ പറയുന്ന സത്യത്തെ അല്ലെങ്കിൽ താൻ പറയുന്ന ആശയത്തെ അതുപോലെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധി. അദ്ദേഹം പൊളിറ്റീഷ്യൻ ആയിരുന്ന സമയത്ത് അദ്ദേഹം ആ ട്രൂത്ത് എന്ന ആ ഒരു ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നിരുന്നു. കാരണം അദ്ദേഹത്തിന് ആ ഒരു ആശയം അതുപോലെ തന്നെ തൻ്റെ ലൈഫിൽ പകർത്തിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും വലിയ രീതിയിൽ തന്നെ സക്സസ് ആയ ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്.
ഗാന്ധി ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഇൻ വാരിയിങ് ഡിഗ്രീസ്. ഇന്ത്യയിലെ മില്യൺസ് ഓഫ് പീപ്പിൾസിനെ ഓരോരുത്തരെയും ഗാന്ധിജി ഇൻഫ്ലുവൻസ് ചെയ്തത് ഓരോ രീതിയിലായിരുന്നു. സം ചേഞ്ച്ഡ് ദ വോൾ ടെക്സ്ചർ ഓഫ് ദെയർ ലൈഫ്സ്, അതേഴ്സ് വർ ഓൺലി പാർട്ട്ലി അഫക്റ്റഡ്. ചില ആളുകളിൽ അവരുടെ ലൈഫിൻ്റെ വോൾ ടെക്സ്ചർ തന്നെ മാറ്റിമറിച്ചു, അതായത് ആ ഒരു ജീവിത രീതി തന്നെ മാറ്റിമറിച്ചു. മറ്റു ചിലരിലാണെങ്കിലോ ഭാഗികമായിട്ട് അത് അഫക്റ്റ് ചെയ്തു. കുറേ ആളുകളിൽ മുഴുവനായിട്ടും മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു, ചിലരിൽ അത് ഭാഗികമായിട്ട് കുറേശ്ശൊക്കെ ആയിട്ട് മാറ്റിമറിച്ചിട്ടുള്ളൂ. ഓർ ദ എഫക്റ്റ് വോർ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്രമേണ ഇല്ലാതാകുക. അപ്പോൾ മറ്റു ചിലരിൽ ആ ഒരു ചേഞ്ചിങ് എഫക്റ്റ് ക്രമേണ ഇല്ലാതായിട്ടുണ്ട്. ആൻഡ് യെറ്റ് നോട്ട് കോയിഡ് ഫോർ സം പാർട്ട് ഓഫ് ഇറ്റ് കുഡ് നോട്ട് ബി വോളി ഷേക്കൺ ഓഫ്. ഗാന്ധിജിയുടെ ആ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ചില ഭാഗങ്ങൾ ഒരിക്കലും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ഡിഫറെൻറ്റ് പീപ്പിൾ റിയാക്റ്റഡ് ഡിഫറെൻ്റ്ലി ആൻഡ് ഈച്ച് വിൽ ഗിവ് ഹിസ് ഓൺ ആൻസർ ടു ദീസ് ക്വസ്റ്റ്യൻസ്. എന്താ പറയുന്നത്, ഗാന്ധിജിയുടെ സ്വാധീനത്തോട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിനോട് ഓരോരുത്തരുടെയും റിയാക്ഷൻ അറിയുന്നത് വ്യത്യസ്ത രീതിയിലായിരുന്നു. ഈച്ച് വിൽ ഗിവ് ഹിസ് ഓൺ ആൻസർ ടു ദീസ് ക്വസ്റ്റ്യൻസ്, അതായത് ഓരോരുത്തരുടെയും ആൻസർ എന്ന് പറയുന്നതും വ്യത്യസ്തമായിരുന്നു, ഓരോരുത്തരുടെയും റിയാക്ഷൻ എന്ന് പറയുന്നതും വ്യത്യസ്തമായിരുന്നു. ഓരോരുത്തരുടെ ലൈഫിലും അദ്ദേഹം സ്വാധീനിച്ചിട്ടുള്ള ആ ഒരു അളവ് എന്ന് പറയുന്നത്, അത് എഫക്റ്റ് ചെയ്തത് അതും വ്യത്യസ്തമായിരുന്നു. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. കോൾ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആളുകളെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൾ ഓഫ് ആക്ഷൻ രണ്ട് രീതിയിലായിരുന്നു. ദ വാസ് ഓഫ് കോഴ്സ് ദ ആക്ഷൻ ഇൻവോൾവ്ഡ് ഇൻ ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. ഫോറിൻ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വിദേശികർ ഭരിക്കുന്ന ആ ഒരു റൂള്, ഭരണരീതിയാണ് ഫോറിൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് എന്തായിരുന്നു, ഫോറിൻ റൂൾസിനെ ചലഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ റെസിസ്റ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ എന്ത് നോക്കാം. ദർ വാസ് ഓൾസോ ദ ആക്ഷൻ വിച്ച് ലെഡ് അസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൾസ്. അതായത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സോഷ്യൽ റൂൾസിനെതിരെയായിട്ടുള്ള ആ ഒരു ഫൈറ്റ്. അപ്പാർട്ട് ഫ്രം ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺഗ്രസ്, ദ ഫ്രീഡം ഓഫ് ഇന്ത്യ ആൻഡ് ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻസ്. അതായത് കോൺഗ്രസിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പുറമെ, കോൺഗ്രസിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഫ്രീഡം ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആ ഒരു ഫ്രീഡം എന്ന് പറയുന്നത്, ആൻഡ് ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷനും, ആ ഒരു പീസ്ഫുൾ ആക്ഷൻ കൂടിയായിരുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങളായിരുന്നു കോൺഗ്രസിൻ്റെ പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ദ പ്രിൻസിപ്പൽ പ്ലാങ്സ് ഓഫ് ദ കോൺഗ്രസ്, പ്ലാങ്സ് മീൻസ് നയങ്ങൾ, were national unity which involved the solution of the minority problems and the raising of the depressed classes and the ending of the curse of untouchability. അതായത് കോൺഗ്രസിൻ്റെ പ്രധാന നയങ്ങൾ എന്തൊക്കെയായിരുന്നു, നാഷണൽ യൂണിറ്റി. ആ ഒരു നാഷണൽ യൂണിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉൾപ്പെട്ടിരുന്നത്, മൈനോറിറ്റി പ്രോബ്ലംസ്, സൊല്യൂഷൻസ്, പിന്നെ എന്താണ്, ദ റേസിംഗ് ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ്, അതായത് അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ വളർച്ച, പിന്നെ അവരുടെ ഉന്നമനം, ആൻഡ് ഫൈനലി ദ എൻഡിങ് ഓഫ് ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി, അതായത് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുക. ഇനി അടുത്ത പാരാഗ്രാഫ് നോക്കാം. റിയലൈസിംഗ് ദ മെയിൻ പ്രോബ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ വർ ഫിയർ, പ്രസ്റ്റീജ്, ദ കോപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ ആൻഡ് സർട്ടൻ ക്ലാസ്സസ്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് താങ്ങി നിർത്തുന്നത് എന്തായിരുന്നു, ഫിയർ, പ്രസ്റ്റീജ്, ദ കോപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ ആൻഡ് സർട്ടൻ ക്ലാസ്സസ്. അതായത് കോപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ സഹകരണം, പിന്നെ ചില ക്ലാസ്, ചില വിഭാഗങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ബ്രിട്ടീഷേഴ്സിനെ താങ്ങി നിർത്തുന്നുണ്ടായിരുന്നു. വോസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വർ സെൻറ്റേർഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ, ഗാന്ധി അറ്റാക്റ്റഡ് ദീസ് ഫൗണ്ടേഷൻസ്. അതായത് ഗാന്ധിജി എന്താ ഈ സമയത്ത് ചെയ്തത്, ബ്രിട്ടീഷേഴ്സിൻ്റെ വളർച്ചയ്ക്കുള്ള റീസൺസ്, അതിനുള്ള കാരണങ്ങൾ, അവരെ പിടിച്ചു നിർത്തുന്ന ആ ഒരു താങ്ങി നിർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനെതിരായിട്ട് അറ്റാക്ക് ചെയ്തു. Titles were to be given up, and though the title holders responded to these only in small measure, the popular respect for these British given titles disappeared. എന്താ പറയുന്നത്, ടൈറ്റിൽസ് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആൻഡ് though the titles holders responded to these only in a small measure, ടൈറ്റിൽ ഹോൾഡറിൽ നിന്ന്, അതായത് ആ ഒരു ടൈറ്റിൽ സ്വീകരിച്ച് നിൽക്കുന്ന ആ ഒരു വ്യക്തികളിൽ നിന്ന് കുറച്ച് ആളുകളൊക്കെ ചെറിയ രീതിയിൽ അതിനെതിരെ റെസ്പോണ്ട് ചെയ്തു. ബ്രിട്ടീഷുകാർ തന്നിട്ടുള്ള ആ ഒരു ടൈറ്റിൽസിനോടുള്ള ആ ഒരു റെസ്പെക്റ്റ് അത് ആളുകൾക്കിടയിൽ നിന്ന് ഡിസപ്പിയർ ആയി തുടങ്ങി. ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് വർ സെറ്റപ്പ്, അതായത് പുതിയ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ പുതിയ രീതികൾ, വാല്യൂസൊക്കെ സജ്ജമായി. അതായത് സ്റ്റാൻഡേർഡ്സ് മീൻസ് മാനദണ്ഡങ്ങൾ, അതുപോലെ സെറ്റപ്പ് മീൻസ് സജ്ജമാക്കുക. അപ്പോൾ പുതിയ മാനദണ്ഡങ്ങളും പുതിയ വാല്യൂസൊക്കെ സജ്ജമായി. ആൻഡ് ദ പോം മീൻസ്
പകിട്ട്. ആൻഡ് സ്പ്ലെൻഡർ മീൻസ് ശോഭ. The pomp and the splendor of the viceregal court and the princess suddenly appeared supremely ridiculous. Ridiculous means പരിഹാസം. അതായത് വൈസ്രീഗൽ കോർട്ടിൻ്റെ ആ ഒരു പകിട്ടും പിന്നെ അവിടുത്തെ ആ ഒരു ശോഭയൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് പരിഹാസമായി തോന്നാനിട വന്നു. Rich men were not anxious to flaunt their riches outwardly. At least many of them adopted simpler ways. അതായത് റിച്ച് ആയിട്ടുള്ള ആളുകൾ അവരുടെ ആ ഒരു റിച്ച്നെസ് പുറത്ത് കാണിക്കാൻ അത് താല്പര്യം കാണിച്ചില്ല. അറ്റ്ലീസ്റ്റ് അവർ അവരുടെ റിച്ച്നെസ് കാണിക്കേണ്ടതായിരുന്നു, പക്ഷേ അവരതിലുള്ള ആ ഒരു താല്പര്യമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലായിരുന്നു അവർ നടന്നിരുന്നത്. പകരം എന്താണ് അവരവിടെ ചെയ്തത്? മിക്ക ആളുകളും വളരെ സിമ്പിളായിട്ടായിരുന്നു അവരുടെ ആ ഒരു ഡ്രസ്സിങ് രീതി സ്വീകരിച്ചിരുന്നത്. ആൻഡ് ഇൻ ദെയർ ഡ്രസ് ബിക്കെയിം ഓൾമോസ്റ്റ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ഹംബ്ലർ ഫോക്ക്. അതായത് അവരുടെ ആ ഒരു ഡ്രസ്സിങ് രീതി മാറിക്കഴിഞ്ഞപ്പോൾ അവരെ ആ റിച്ച് പീപ്പിൾസിനെയും അതുപോലെ തന്നെ പുവർ പീപ്പിൾസിനെയും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും ഏകദേശം ഒരേ ഡ്രസ്സിങ് രീതിയായിരുന്നു. കാരണം റിച്ച് ആയിട്ടുള്ള ആളുകൾ അവരുടെ ആ ഒരു ആർഭാടപരമായിട്ടുള്ള ആ ഒരു ജീവിതം പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അവരത്ര തയ്യാറായിരുന്നില്ല. അവർ വളരെ പുവറായിട്ടുള്ള ആളുകളെ പോലെ തന്നെ സാധാരണ രീതിയിലുള്ള ഡ്രസ്സിങ് രീതി തന്നെയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫാണ് നോക്കുന്നത്. He sent us to the village, and the countryside hummed with the activity of innumerable messengers of the new gospel of action. അദ്ദേഹം ജനങ്ങളെ ഗ്രാമങ്ങളിലേക്ക് അയച്ചു, അതുപോലെ തന്നെ കൺട്രി സൈഡിലേക്കും അയച്ചു. ആ ഒരു സമയത്ത് എന്താ പറയുന്നത്, അവർ ആ ഒരു സ്ഥലത്തെത്തിയ സമയത്ത് അവിടെ ഒരുപാട് മെസ്സഞ്ചേഴ്സ് ഓൾറെഡി ആ ഒരു പ്ലേസിലുണ്ടായിരുന്നു. ദ പെസൻറ്റ് വാസ് ഷേക്കൺ അപ്പ് ആൻഡ് ബിഗാൻ ടു എമേർജ് ഫ്രം ഹിസ് ഷെൽ. അതായത് അവിടെയുള്ള കർഷകരെയൊക്കെ ഉണർത്തിയെടുത്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്തിനാണ് അവിടേക്ക് അയച്ചത്? അവിടെയുള്ള ആളുകൾ, അതായത് പെസൻസ് ഒക്കെ ഉണ്ട് വില്ലേജസിലുള്ള ആ ഒരു പെസൻസ് കർഷകരൊക്കെ വളരെ ദാരിദ്ര്യം നിറഞ്ഞിട്ടുള്ള രീതിയിൽ അവരുടെ കുടിലിൽ കഴിയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവർ ആ ഒരു പ്രവർത്തനത്തിലേക്ക് ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ഷെല്ലിൽ നിന്ന് അവരുടെ ആ ഒരു ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു മൈൻഡിൽ നിന്ന് അവരെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവരെ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക എന്നതായിരുന്നു ഈ ആളുകളെ അങ്ങോട്ട് അയച്ചതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. The effect on us was different, but especially far-reaching, for we saw for the first time as it were. എന്താണ് പറയുന്നത്? അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു, എങ്കിലും അത് എല്ലായിടത്തും ഈക്വലായിട്ട് തന്നെ എത്താൻ വേണ്ടിയിട്ട് സഹായിച്ചു. വളരെ ഡീപ്പായിട്ട് തന്നെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായി തുടങ്ങി. അതിനുള്ള ഒരു ഫസ്റ്റ് എക്സാമ്പിളാണ് പറയുന്നത്. ഫോർ വി സോ ഫോർ ദ ഫസ്റ്റ് ടൈം ആസ് ഇറ്റ് വർ. ഞങ്ങളവിടെ ഒരു കാഴ്ച കണ്ടു. എന്തായിരുന്നു ആ ഒരു കാഴ്ച? The villager in the intimacy of his mud hut and with the star shadow of hunger always pursuing him. അതായത് അവിടെയുള്ള ആ ഒരു വില്ലേജ് പീപ്പിൾ അവൻ്റെ മൺകൂരയോടുള്ള അവനുള്ള ആ ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊക്കെ കാണിക്കുന്നത് ഞാൻ കണ്ടു. ഇത്രയും കാലം തനിക്ക് പട്ടിണിയും ദാരിദ്ര്യവും മാത്രം തന്നിരുന്ന ആ ഒരു മൺകൂരയോട് അവനുള്ള ആ ഒരു സ്നേഹം ആദ്യമായിട്ട് തന്നെ കാണാൻ സാധിച്ചു. അതായത് ഇത്രയും കാലം അവന് പട്ടിണി ദാരിദ്ര്യം മാത്രമായിരുന്നു അവന് കിട്ടിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവൻ ആ ഒരു മൺകൂരയോട് ആ ഒരു ദാരിദ്ര്യത്തോട് വെറുപ്പായിരുന്നു. പക്ഷേ പിന്നീട് അവരെ മോട്ടിവേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള ആളുകൾക്കിടയിൽ അവരുടെ ആ ഒരു കുടിലിനോട് അവർക്കുള്ള ആ ഒരു ഇൻറ്റിമസി സ്നേഹമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഇവരെ അതുകൊണ്ട് പറഞ്ഞയച്ചതിൻ്റെ ഫസ്റ്റ് സക്സസ് ആണ് കാണുന്നത്. അതായത് ഗാന്ധിജി കുറച്ച് ആളുകളെ വില്ലേജിലേക്കും അതുപോലെ തന്നെ കൺട്രി സൈഡിലേക്കും അയച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആളുകൾ തമ്മിലുള്ള ആ ഒരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടാണ് അവിടെയുള്ള ആ ഒരു പെസൻസിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ളൊരു മാറ്റം വന്നിട്ടുള്ളത്. We learn our Indian economics more from these visits than from books and learned discourses. അതായത് ഞങ്ങൾ ഇന്ത്യൻ എക്കണോമിക്സിനെ കുറിച്ച് ബുക്കിൽ നിന്നും അതുപോലെ തന്നെ ഇതുപോലുള്ള ഡിസ്കഷനിലൂടെയൊക്കെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയത് എവിടെ നിന്നായിരുന്നു? ഇത്തരത്തിലുള്ള വില്ലേജുകളിൽ നിന്നുള്ള ആ ഒരു എക്സ്പീരിയൻസിലൂടെയായിരുന്നു ഇന്ത്യൻ എക്കണോമിക്സിനെ കുറിച്ചിട്ട് ഞങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയത്. The emotional experience we had already undergone was emphasized and confirmed. അതായത് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന എല്ലാ ഇമോഷണൽ എക്സ്പീരിയൻസും ഒന്നുകൂടി എംഫൈസ് ചെയ്യപ്പെട്ടു, ഒന്നുകൂടി കൺഫേം ആയിട്ട് മാറി. ആൻഡ് ഹെൻസ് ഫോർവേഡ്, അതായത് ഹെൻസ് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഒരു സമയം മുതൽ അങ്ങോട്ട്, അതായത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നതാണ് ഹെൻസ് ഫോർവേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. There could be no going back for as to our old life or our old standards. അതായത്
ഞങ്ങൾ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? ഞങ്ങളുടെ പഴയ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ പഴയ ഒരു സ്റ്റാൻഡേർഡിലേക്കോ ഞങ്ങൾ ഇനി തിരിച്ചു പോവില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ചിന്തിച്ചു. അതായത് ആ ഒരു സമയം തൊട്ട് അങ്ങോട്ടുള്ള ഞങ്ങളുടെ ലൈഫിൽ ഇനി ഞങ്ങളുടെ പാസ്റ്റിലേക്കോ അല്ലെങ്കിൽ ആ പാസ്റ്റിൽ നടന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലേക്കോ ഞങ്ങൾ ഒരിക്കലും തിരിച്ചു പോകില്ല എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു മനസ്സിൽ. വാട്ട് വാസ് ദ ഐഡിയ ഓഫ് ഇന്ത്യ വിച്ച് ഹി വാസ് സെറ്റിംഗ് ഔട്ട് മൂഡ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിഷസ് ആൻഡ് ഐഡിയൽസ്. അതായത് എന്തായിരുന്നു ഇന്ത്യയെക്കുറിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്? ആരുടെ ഐഡിയയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്? ഗാന്ധിജിയുടെ ഐഡിയനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഹി വാസ് സെറ്റിംഗ് ഔട്ട് ടു മൂഡ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിഷസ് ആൻഡ് ഐഡിയൽസ്. എന്താണ് പറയുന്നത്? അതായത് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ അദ്ദേഹം വളർത്തിയെടുത്ത അല്ലെങ്കിൽ അദ്ദേഹം വാർത്തെടുത്തിട്ടുള്ള ഇന്ത്യയെക്കുറിച്ചുള്ള ആ ഒരു വിഷസ്, ആ ഒരു ഐഡിയസ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഐ ഷാൾ വർക്ക് ഫോർ ആൻ ഇന്ത്യ ഇൻ വിച്ച് ദ പുവറസ്റ്റ് ഷാൾ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദെയർ കൺട്രി. അതായത് ഞാൻ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഏറ്റവും പുവറായിട്ടുള്ള പീപ്പിളിന് വരെ ഫീൽ ചെയ്യണം ഈ ഒരു രാജ്യം, ഈ ഒരു കൺട്രി തൻ്റെതാണ് എന്നുള്ളത് അവിടുത്തെ ഏറ്റവും പുവറായിട്ടുള്ള പീപ്പിളിന് വരെ ഫീൽ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള ആ ഒരു കൺട്രി ഇൻ വോസ് മേക്കിംഗ് ദേ ഹാവ് ആൻ എഫക്റ്റീവ് വോയിസ്. അതുപോലെ ആ ഒരു പുവർ പീപ്പിളിന് ആ ഒരു ഇന്ത്യയെ ബിൽഡപ്പ് ചെയ്യുന്നതിൽ അവർക്കും ഒരു വോയിസ് ഉണ്ടായിരിക്കും. അതായത് സാധാരണക്കാർക്കും ഇന്ത്യയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇന്ത്യയെ നിർമ്മിക്കുന്നതിൽ ഒരു വോയിസ് ഉണ്ടായിരിക്കും. ആൻഡ് ഇന്ത്യ ഇൻ വിച്ച് ദർ ഷാൾ ബി നോ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ് ഓഫ് പീപ്പിൾ. ആ ഒരു ഇന്ത്യയിൽ ഒരിക്കലും ഹൈ ക്ലാസ് എന്നോ അല്ലെങ്കിൽ ലോവർ ക്ലാസ് എന്നോ എന്നുള്ള വേർതിരിവൊന്നും ഉണ്ടായിരിക്കില്ല. എല്ലാവർക്കും തുല്യമായ വോയിസ് ഉണ്ടായിരിക്കും. അവിടെ എല്ലാ പീപ്പിൾസും ഒരേപോലെ ആയിരിക്കും. ആൻഡ് ഇന്ത്യ ഇൻ വിച്ച് ഓൾ കമ്മ്യൂണിറ്റി ഷാൾ ലിവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. അതുപോലെ ഇന്ത്യ എന്ന ഈ ഒരു കൺട്രിയിൽ എല്ലാവരും സ്നേഹത്തോടും അതുപോലെ തന്നെ സൗഹാർദ്ദത്തോടും കൂടിയിട്ട് ജീവിച്ചിരിക്കുന്ന ആ ഒരു ഇന്ത്യയാണ് ഞാൻ സങ്കല്പിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ കോൺസെപ്റ്റിലുള്ള ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ എല്ലാ മതത്തിൽപ്പെട്ടവരും അല്ലെങ്കിൽ എല്ലാ ആളുകളും ഹൈ ക്ലാസ്സിലായിക്കോട്ടെ ലോവർ ക്ലാസ്സിലായിക്കോട്ടെ എല്ലാ ആളുകളും ഒരുപോലെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന ഒരു ഇന്ത്യയാണ് എൻ്റെ കോൺസെപ്റ്റിലുള്ളത്. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. അതുപോലെ ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യയിൽ ഒരിക്കലും അൺടച്ചബിലിറ്റീൻ്റെ ആവശ്യമില്ല. അതിൻ്റെ റോൾ അവിടെ ഇല്ല. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? തൊട്ടുകൂടായ്മ. അപ്പോൾ അതിൻ്റെ ഒരു റോള് ഈ ഒരു ഇന്ത്യയിൽ ആവശ്യമില്ല. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ, ഡ്രിങ്ക്സ്, അതുപോലെ ഡ്രഗ്സ്, ഈ ഒരു കാര്യങ്ങളുടെ റോളും ഇന്ത്യയിൽ ഇല്ല. പിന്നെ മറ്റൊരു കോൺസെപ്റ്റ് എന്താണ്? വുമൺ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീം. അതായത് ഇന്ത്യയിലുള്ള എല്ലാ സ്ത്രീകൾക്കും അതായത് പുരുഷന്മാരുടെ അതേ തുല്യ അവകാശത്തോട് കൂടിയിട്ടുള്ള ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പുരുഷന് കിട്ടുന്ന അതേ അംഗീകാരം സ്ത്രീക്കും കിട്ടണമെന്നുള്ള ആ ഒരു കോൺസെപ്റ്റും കൂടി തൻ്റെ ഡ്രീമിലുള്ള ഇന്ത്യക്കുണ്ടായിരുന്നു. ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീം. ഇങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് എൻ്റെ സ്വപ്നത്തിലുള്ളത്. Proud of his Hindu inheritance as he was, he tried to give to Hinduism a kind of universal attire and included all religions within the fold of truth. അപ്പോൾ എന്താണ് പറയുന്നത്? അദ്ദേഹം വളരെ പ്രൗഡായിരുന്നു. അതായത് പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ്. എന്തിലായിരുന്നു? അദ്ദേഹത്തിൻ്റെ ആ ഒരു വളർന്നു വന്നിട്ടുള്ള ആ ഒരു പാരമ്പര്യത്തിൽ, തൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ വളരെ പ്രൗഡായിരുന്നു. ഹി ട്രൈ ടു ഗീവ് ടു ഹിന്ദുയിസം എ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ അറ്റയർ. എന്താണ് അറ്റയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വേഷം. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഹിന്ദുയിസത്തിൽ ഒരു യൂണിവേഴ്സൽ അറ്റയർ നൽകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതായത് ഹിന്ദുയിസം എന്നുള്ള ആ ഒരു ഇതിൽ പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. ആൻഡ് ഇൻക്ലൂഡഡ് ഓൾ റിലീജിയസ് വിത്തിൻ ദ ഫോൾഡ് ഓഫ് ട്രൂത്ത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ ട്രൂത്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു? എല്ലാ മതത്തിൽപ്പെട്ടവരും കൂടെ കൂടിച്ചേരുന്ന ഒന്നായിരുന്നു ട്രൂത്ത് എന്ന് പറയുന്നത്. ഹി റെഫ്യൂസഡ് ടു നാരോ ഹിസ് കൾച്ചറൽ ഇൻഹെറിറ്റൻസ്. അദ്ദേഹം എന്തിനു വിസമ്മതിച്ചത്? നാരോ ഹിസ് കൾച്ചറൽ ഇൻഹെറിറ്റൻസ്. അതായത് കൾച്ചറൽ ഇൻഹെറിറ്റൻസ്, സാംസ്കാരിക പൈതൃകത്വം, അത് വളരെ നാരോ ആക്കി മാറ്റുന്നതിനെതിരെ അദ്ദേഹം വിസമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം വിസമ്മതിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ അക്കോർഡിംഗ് ടു ഹിം ഇന്ത്യൻ കൾച്ചർ ഹി റോട്ട് ഈസ് നെയ്തർ ഹിന്ദു, ഇസ്ലാമിക് നോർ എനി അതർ വോളി. ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ? എങ്ങനെയായിരുന്നു ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്?
പൂർണ്ണമായിട്ടും ഹിന്ദുക്കൾക്കുള്ളതുമല്ല, അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഇസ്ലാമിനുള്ളതുമല്ല, മറ്റ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രമായിട്ടുള്ളതുമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ, എല്ലാ മതത്തിൻ്റെയും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സ്ചറാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പ്രത്യേക മതത്തിന് മാത്രം അവകാശപ്പെട്ടതായിരുന്നില്ല ഇന്ത്യൻ കൾച്ചർ. എല്ലാ മതങ്ങളുടെയും കൂടെ സാംസ്കാരിക പൈതൃകത്വം അല്ലെങ്കിൽ എല്ലാ മതങ്ങളുടെയും കൂടെ കൾച്ചർ ഒന്നിച്ച് ചേരുന്നതായിരുന്നു ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. എഗെയിൻ ഹി സെഡ്, അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഐ വാണ്ട് ദ കൾച്ചർ ഓഫ് ഓൾ ലാൻഡ്സ് ടു ബി ബ്ലോൺ അബൌട്ട് മൈ ഹൗസ് ആസ് ഫ്രീലി ആസ് പോസിബിൾ. അതായത് എൻ്റെ വീടിന് ചുറ്റും എല്ലാ ലാൻഡ്സിൻ്റെയും കൾച്ചർ ഫ്രീ ആയിട്ട് പറന്ന് നടക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ വീട് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയാണ് ഇദ്ദേഹം വീടായിട്ട് പറയുന്നത്. അതുപോലെ ലാൻഡ്സ് എന്താണ്? വ്യത്യസ്ത മതവിഭാഗങ്ങൾ. അപ്പോൾ ഓരോ ലാൻഡ്സിൻ്റെയും ബ്ലോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ കൾച്ചർ. അപ്പോൾ ഈ ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ലാൻഡിലെയും കാറ്റ് ഒരുപോലെ എൻ്റെ വീടിന് ചുറ്റും ഉണ്ടാവണം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന എൻ്റെ ആ ഒരു ഹൗസിൽ എല്ലാ മതത്തിൽപ്പെട്ടവരുടെയും കൾച്ചേഴ്സ് കൂടിച്ചേർന്നതായിരിക്കണം. അല്ലാതെ ഒരു പ്രത്യേക മതത്തിൻ്റെ മാത്രം കൾച്ചർ ഉണ്ടായിരിക്കുന്നതല്ല ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളുടെയും ആ ഒരു സൗഹാർദ്ദം ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു കൾച്ചറാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് ഐ റിഫ്യൂസ് ടു ബി ബ്ലോൺ ഓഫ് മൈ ഫീറ്റ് ബൈ എനി. ഏതെങ്കിലും ഒരു കൾച്ചറിൽ മാത്രമായിട്ട് ഞാൻ ഒരിക്കലും ചുരുങ്ങരുത്. ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ നിഷേധിക്കുന്നുമുണ്ട്. അതായത് ആ ഒരു കോൺസെപ്റ്റിൽ എനിക്ക് വിശ്വാസവുമില്ല. എൻ്റെ മനസ്സിലെപ്പോഴും ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും കൂടി ചേർന്നിട്ടുള്ള എല്ലാ മതങ്ങളുടെയും കൾച്ചറുള്ള ഒരു കാര്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ ഒരു കോൺസെപ്റ്റിൽ മാത്രമായിട്ട് വിശ്വസിക്കാൻ പോകുന്നില്ല. ഐ റിഫ്യൂസ് ടു ലിവ് ഇൻ അതർ പീപ്പിൾസ് ഹൗസ് ആസ് ആൻ ഇൻ്റർലോപ്പർ, എ ബെഗർ ഓർ എ സ്ലേവ്. അതായത് മറ്റുള്ളവരുടെ വീട്ടിൽ ഒരു ഇൻ്റർലോപ്പറായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ഇൻ്റർലോപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നുഴഞ്ഞു കയറുന്ന ആളെയാണ് ഇൻ്റർലോപ്പർ എന്ന് പറയുന്നത്. അതുപോലെ ബെഗർ ഓർ എ സ്ലേവ്, ഒരു ബെഗറായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ലേവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻ്റർലോപ്പറായിട്ടോ ഞാൻ മറ്റുള്ളവരുടെ വീട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഫ്ലുവൻസ്ഡ് ബൈ മോഡേൺ തോട്ട് കറൻസ്, ഹി നെവർ ലെറ്റ്സ് ഗോ ഹിസ് റൂട്ട്സ് ആൻഡ് ക്ലൈം ടു ദം ടെൻഷ്യസ്ലി. അതായത് ഒരുപാട് മോഡേൺ തോട്ടൊക്കെ തന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ തൻ്റെ മനസ്സിൽ ഒരുപാട് മോഡേൺ തോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ താൻ ഒരിക്കലും താൻ വന്നിട്ടുള്ള ആ ഒരു വഴിയിലൂടെയുള്ള ആ ഒരു കാര്യങ്ങളെയൊന്നും മറക്കാൻ ശ്രമിച്ചിട്ടില്ല, അതൊന്നും കൈവിട്ടിട്ടുമില്ല. അന്നത്തെ തൻ്റെ പഴയ കോൺസെപ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് തനിക്കറിയാം. ആ ഒരു കോൺസെപ്റ്റ് വിട്ടിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ പുതിയ പുതിയ കോൺസെപ്റ്റ് എൻ്റെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ദാറ്റ് ദിസ് അസ്റ്റോണിഷിംഗ്ലി വൈറ്റൽ മാൻ, full of self-confidence and unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. ഈ ഒരു ലൈനിൽ എന്താണ് പറയുന്നത്? ഗാന്ധിജിയുടെ ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവ് കണ്ട് നമ്മൾ ഒരിക്കലും സർപ്രൈസ് ആവേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം അത്രയും ടാലൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്താണ് ഇവിടെ എക്സ്ട്രാ ഓർഡിനറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അദ്ദേഹം എന്ന് പറയുന്നത് ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം ഒക്കെ ഓരോ വ്യക്തിക്കും വേണമെന്നുള്ള ആ ഒരു ആശയത്തെ മുറുകെ പിടിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഇന്ത്യൻ ജനതയെ ആകർഷിച്ചാൽ അതൊട്ടും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അട്രാക്റ്റഡ് ദം ലൈക്ക് എ മാഗ്നറ്റ്, വെറുതെ അട്രാക്റ്റ് ചെയ്തതല്ല, ഒരു മാഗ്നറ്റ് പോലെ. കമ്പയർ ചെയ്യുന്നതിനുമായിട്ടാണ് മാഗ്നറ്റ് പോലെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒട്ടിപ്പിടിച്ചതിന് അത്രയും അദ്ദേഹത്തോട് കൂടിച്ചേർന്നതിന് ഒട്ടും അത്ഭുതകരപ്പെടാനില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻറ്റ്, അദ്ദേഹത്തോടുള്ള ആ ഒരു വിശ്വാസമാണ് അവിടുത്തെ ജനതയെ അദ്ദേഹത്തോട് അട്രാക്റ്റ് ചെയ്യിപ്പിച്ചത്. He seemed to them to link up the past with the future and to make the dismal present appear just as a stepping stone to that of future life and hope. ഈ ഒരു ലൈനിൽ എന്താ പറയുന്നത്? അദ്ദേഹം പാസ്റ്റിനെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് തോന്നി. പിന്നെന്താണ്? ദ ഡിസ്മൽ ആയിട്ടുള്ള ഈ ഒരു പ്രസൻറ്റിനെ അപ്പിയർ ചെയ്യിപ്പിക്കുന്നതായിട്ടും തോന്നി. എങ്ങനെയാണ്? ജസ്റ്റ് ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദാറ്റ് ദ ഫ്യൂച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഹോപ്പ്. അതായത് ഫ്യൂച്ചറിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത്. ദിസ് ഹി എഫക്റ്റഡ് എ വാസ്റ്റ് സൈക്കോളജിക്കൽ റെവല്യൂഷൻ നോട്ട് ഓൺലി എമംഗ് ദോസ് ഹു ഫോളോഡ് ഹിസ് ലീഡ് ബട്ട് ഓൾസോ എമംഗ് ഹിസ് ഒപ്പോണൻസ് ആൻഡ് ദോസ് മെനി ന്യൂട്രൽസ് ഹു കുഡ് നോട്ട് മേക്ക് അപ്പ് ദെയർ മൈൻഡ്സ് വാട്ട് ടു തിങ്ക് ആൻഡ് വാട്ട് ടു ഡു. അങ്ങനെ അദ്ദേഹം ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു റെവല്യൂഷൻ തന്നെ സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോളോവേഴ്സിൻ്റെ ഇടയിൽ മാത്രമായിരുന്നില്ല അത്തരത്തിലുള്ള ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയെടുത്തത്, അദ്ദേഹത്തെ എതിർക്കുന്നവർക്കിടയിലും അതുപോലെ തന്നെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചിന്തിക്കണമെന്നറിയാത്ത ഒരു കൂട്ടം ആളുകൾക്കിടയിലും അദ്ദേഹം ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയെടുത്തു.
അതായത് തൻ്റെ ട്രൂത്ത് എന്ന ആ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ഇന്ത്യൻ ജനതയുടെ മുഴുവൻ റോൾ മോഡലായിട്ട് മാറി. ഒരിക്കലും തൻ്റെ ഫോളോവേഴ്സിനെ മാത്രമല്ല അദ്ദേഹം സ്വാധീനിച്ചത്, തൻ്റെ ഒപ്പോണൻസിനെയും അതുപോലെ മറ്റു ആളുകളെയൊക്കെ ഒരുപോലെ സ്വാധീനിച്ചൊരു വ്യക്തിയായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ ഇൻ ദർ ഓപ്ഷൻ കൂടെ ഉണ്ടാവും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതുപോലെ നിങ്ങൾക്ക് മുന്നത്തെ ക്ലാസ്സുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.